വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എടുപ്പ് കഴിഞ്ഞതോടുകൂടി പല പാർട്ടികളിലും അടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൽ ആദ്യത്തെ പാർട്ടി CPM ആണ്. ഇന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. 75 സീറ്റുകൾ നേടി തുടർഭരണം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. 75 സീറ്റുകൾ നേടി തുടർഭരണം ഉണ്ടാകുമെന്ന് അവർ പറയുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് 85 സീറ്റുകൾ നേടുമെന്നാണ്. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാ തുറന്ന കള്ളത്തരം മാത്രം പറയുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. സീരിയസ്ലി വാ തുറന്ന കള്ളത്തരം മാത്രമേ പറയുള്ളൂ. എന്തൊക്കെയാണ് ഇവർ അടിച്ചുവിടുന്നത്? സുധാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത നിമിഷം സുധാകരൻ വന്ന് ലൈവിൽ ഇരുന്നിട്ട് സുധാകരന്റെ പ്രശ്നം തീർന്നു. പോരാത്തതിന് നമ്മുടെ ശ്രീലേഖ മേയറാകും എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടാക്കി. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ആ പറയുന്ന റിപ്പോർട്ടറെ എടുത്തു കാണിച്ച് ആ റിപ്പോർട്ടർ ഈ റിപ്പോർട്ടറാണ് നമ്മുടെ ഈ വാർത്ത കൊണ്ടുവന്നെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ഫേമസ് ആക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം അവരുടെ ആസനത്തിൽ തന്നെ വെടിയുള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്റലിജൻസ് അറിഞ്ഞോ എന്നറിയില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് കണക്കുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിനായിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ചേരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് CPM-ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-നകത്ത് നിന്ന് വരുന്ന വിലയിരുത്തലാണ്. കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും ഇത് കൊടുത്തിരുന്നു. തലസ്ഥാനത്ത് മാത്രമല്ല, കാസർഗോഡ് മഞ്ചേശ്വരത്തും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. BJP ശക്തമായിട്ടുള്ള പല പ്രദേശങ്ങളും CPM-ന് നെഞ്ചെടുപ്പ് കൂടുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിയമമാണ് നമ്പർ 1 എന്ന് പറയുന്നത്. തലസ്ഥാനത്ത് 4 സീറ്റുകളിൽ ഒരു പ്രതീക്ഷയും വേണ്ട, നെഞ്ചെടുപ്പ് കൂടുന്നു. പ്രതീക്ഷ വേണ്ടാത്തടത്തൊക്കെ നെഞ്ചെടുപ്പ് കൂടുന്നു എന്നാണല്ലോ വാർത്തകൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 6 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം ഇവിടെ നടന്നിരുന്നു. CPM വിലയിരുത്തലാണിത്. ആകെ സീറ്റുകളിൽ 10 LDF നിലനിർത്തും എന്ന് അവർ അപ്പോഴും പറയുന്നുണ്ട്. ചില മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നില നേതൃത്വത്തിന് നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള കഴക്കൂട്ടം അത് കടകംപള്ളി തന്നെ നിലനിർത്തും എന്നാണ് CPM ഇപ്പോഴും പറയുന്നത്. വട്ടിയൂർക്കാവിൽ എന്തായിരുന്നാലും VK പ്രശാന്ത് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നും പാർട്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ BJP ശക്തമായ വെല്ലുവിളി ഉയർത്തിയ നേമത്ത് ഇവർ ആശങ്കയിലാണ്. അത് നമ്മുടെ ശിവൻകുട്ടിയുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ മനസ്സിലാകും. പിന്നെ പോരാത്തതിന് പാറശാല, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ വലിയ വെല്ലുവിളികളില്ലാതെ വലിയ വെല്ലുവിളിയൊന്നും അവിടെ ഇല്ല. വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു. വാമനപുരം, വർക്കല മണ്ഡലങ്ങളിൽ മത്സരം നടന്നെങ്കിലും ജയം ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നും ഇവർ പറയുന്നുണ്ട്. 4 മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണെന്നാണ് പറയുന്നത്. അതിൽ ഒരു മണ്ഡലം കാട്ടാക്കടയാണ്. BJP വളരെ സ്ട്രോങ് ആണ്. അവിടെ നെയ്യാറ്റിൻകരയാണ്. അവിടെ BJP വളരെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ കോവളം, തിരുവനന്തപുരം. ഇവിടെ കോവളം, തിരുവനന്തപുരം നോക്കണ്ട എന്നാണ് ഇവർ പറയുന്നത്. തിരുവനന്തപുരത്ത് CP ജോൺ തന്നെ കൊണ്ടുപോകും എന്നവർ പറയുന്നുണ്ട്. പക്ഷേ കരമന ജയനും അവിടെ വളരെ സ്ട്രോങ് ആണ്. അത് BJP ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇതിനിടയിൽ ഈ തിരിച്ചടി ഭയന്ന് CPM-നകത്ത് തന്നെ അടി തുടങ്ങി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. പോളിംഗിന് ശേഷം കണക്കെടുപ്പ് തുടങ്ങിയതോടുകൂടിയാണ് CPM-ൽ അടി തുടങ്ങിയത്. പലയിടത്തും മുമ്പുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പൊ നേതാക്കന്മാർക്കില്ല എന്നറിയാനായിട്ട് സാധിക്കുന്നു. പത്തനംതിട്ട CPM-ലാണ് ആദ്യ വെടി പൊട്ടിയത്. പത്തനംതിട്ടയിൽ എപ്പോഴും CPM-ൽ അടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണ വീണ ജോർജ് അവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. 7000 വോട്ടിന് മാത്രമാണ് അവിടെ ജയിക്കുമെന്ന് പറയുന്നത്. റാന്നിയിലെ പോളിംഗ് കുറവിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ റോയ് മാത്യു അവിടെ അടി തുടങ്ങി. തിരുവല്ല, അടൂർ, കോന്നി, ആറന്മുള എന്നിവിടങ്ങളിൽ അവസ്ഥയും സമാനമാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. വലിയ രീതിയിൽ CPM എല്ലാ തരത്തിലും ആശങ്കയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിനിടയിൽ CPI-യുടെ ഒരു വിലയിരുത്തൽ വരുന്നത് തൃശ്ശൂര് തോക്കും എന്നാണ് CPI പറയുന്നത്. തോൽക്കും എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് തൃശ്ശൂര് ഒരു അട്ടിമറി ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. തൃശ്ശൂര് നമുക്കറിയാലോ, തൃശ്ശൂര് നമ്മുടെ പത്മജ വേണുഗോപാലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ വലിയ പ്രതീക്ഷ വേണ്ടാന്ന് CPI തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷ വേണ്ടാന്നല്ല, അവർ വളഞ്ഞു മുക്കി പിടിക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്പലപ്പുഴയിൽ സുധാകരൻ തന്നെ വരും എന്നാണ് ഇപ്പോൾ CPM-ന്റെ വിലയിരുത്തൽ. നേമത്ത് ശിവൻകുട്ടിക്ക് ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും CPM പറയുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ്. ഒന്നും അറിയാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ കഴിയും. എന്തായാലും നമുക്കിതൊന്ന് വിശകലനം ചെയ്യാം. എന്ത് തോന്നുന്നു? മനുഷ്യ പ്രധാനപ്പെട്ട പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ല, UDF-ന്റെ കാര്യം പറഞ്ഞില്ല. 110 സീറ്റെന്നായിരുന്നു അവര് ഇലക്ഷൻ കഴിഞ്ഞ അന്നത്തെ വൈകുന്നേരം അവരും അവരുടെ മാധ്യമങ്ങളും പറഞ്ഞു 110 സീറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, 110 ആയിക്കോട്ടെ, അത്രയാണ്. പിന്നെ അത് കുറഞ്ഞ് 100-ലായി. 100 കഴിഞ്ഞ് 90-ആയി. ഇന്നലെ അവരത് 80-ഉം മീഡിയ വൺ അവർക്ക് ഒരു 85 സീറ്റും കൊടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളാണല്ലോ ഇവരുടെ സീറ്റ് കൊടുക്കുന്നത്. ഇനി ഇടതുപക്ഷത്തിലേക്ക് വരാം. ഇതിനകത്ത് കുറെ കണക്കുകളിലെ കുറെ രസകരമായ കാര്യങ്ങളുണ്ട്. ഈ ഇടതുപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഈ ഇടതുപക്ഷ പ്രവർത്തകരുടെ ബൂത്ത് അടിസ്ഥാനത്തിൽ എടുക്കുന്ന കണക്ക് ഏതാണ്ടൊക്കെ കൃത്യമായിരുന്നു. ഇത്തവണ അവർ പറഞ്ഞ 2 വൈരുദ്ധ്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഒന്ന്, നേമത്ത് അവരാദ്യം പറഞ്ഞത് 8000 വോട്ടിന് ശിവൻകുട്ടി ജയിക്കുമെന്നാണ്. ഇപ്പൊ അത് കുറഞ്ഞു 2000 വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ G സുധാകരൻ 5000 വോട്ടിന് തോക്കും. അവിടെ H സലാം 5000 വോട്ടിന് ജയിക്കുമെന്നാണ് അവർ ഫസ്റ്റ് ഡേ പറഞ്ഞത്, ഇലക്ഷൻ കഴിഞ്ഞതിന്റെ അന്ന് പറഞ്ഞത്.
ഇപ്പൊ അത് 600 വോട്ടിൽ സുധാകരൻ ജയിക്കുമെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇനി ഇതിലും വിചിത്രമായ കണക്കുണ്ട്. CPM-ന്റെ വിലയിരുത്തൽ പാലക്കാട് വലിയ പ്രതീക്ഷയില്ല, 3-ാം സ്ഥാനത്ത് തന്നെ ലാൻഡ് ചെയ്യും, പക്ഷെ വോട്ട് ഇച്ചിരി കൂട്ടുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസുകാരും പാലക്കാട് കണക്കെടുത്തപ്പോ പിഷാരടി ജയിക്കുകയും 2-ാം സ്ഥാനം CPM-ന് വരികയും ചെയ്യും. ദൈവത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കണക്കാത്. കാരണം CPM തന്നെ വിലയിരുത്തുന്ന ഒരു 3-ാം സ്ഥാനത്ത് ലാൻഡ് ചെയ്യുമെന്നാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ അത് സമ്മതിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് CPM 2-ാമത് വരും പാലക്കാട്, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിക്കും, ഞങ്ങൾ ജയിക്കും, ബാക്കിയുള്ള വോട്ട് ഇവർ കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. മഞ്ചേശ്വരത്തും അതേപോലെ തന്നെ പറഞ്ഞു. CPM പറയുന്നു മഞ്ചേശ്വരത്ത് ഞങ്ങൾ വലിയ നേട്ടത്തിലേക്ക് പോവുകയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് എത്ര വോട്ടാണ് CPM-ന് ഉള്ളതെന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. അതായത് 100, 110, 200, 250 ഒക്കെ പറഞ്ഞവരെല്ലാം താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ ഡൽഹിയിലേക്ക് പോയി മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് റെഡി ആയിരുന്നു. അപ്പം മുതിർന്നവർ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ 2021 മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഡൽഹിക്ക് പോയായിരുന്നല്ലോ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ അല്ലേ മുഖ്യമന്ത്രി ആയത്, അതുകൊണ്ട് ഇത്തവണ അത് വേണോ, മെയ് 4 വരെ ഒന്ന് കാത്തിരുന്നൂടെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. CPM ആണെങ്കിൽ അവന്മാർ കുറച്ചുകൂടെ ബുദ്ധിയുള്ളവന്മാരായതുകൊണ്ട് പരാജയപ്പെടുന്ന മണ്ഡലങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് നേരത്തെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ പരാജയപ്പെടും, ഇവിടെയൊക്കെ ഇപ്പൊ അവർക്ക് പരാജയപ്പെടും എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്, അത് കഴിയുമ്പോൾ എങ്ങനെയാണ് കണക്കെന്നറിയില്ല. അപ്പൊ കണക്ക് ആർക്കും കൃത്യമായി വരുന്നില്ല എന്ന് മാത്രമല്ല, കണക്ക് കൂട്ടുന്നത് പിഴക്കുകയാണ്. ഇന്ന് ഞാൻ മീഡിയ വണിന്റെ ചർച്ചയുണ്ട്. മീഡിയ വണിന്റെ ചർച്ച കണ്ടപ്പോൾ അതിനകത്ത് ഇത് വിശകലന വിദഗ്ധന്മാരിൽ ഇരുന്ന് പറയുന്നത്, ഇന്നലെ വരെ അങ്ങനെയല്ല പറഞ്ഞത്, മിനിഞ്ഞാന്ന് അങ്ങനെ അല്ല പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത് കേട്ടതാണ്. BJP-യുടെ കുറെ വോട്ടുണ്ട് പല മണ്ഡലത്തിലും. അവരിത് എങ്ങോട്ടാണ് വോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വരാൻ സാധ്യതയുള്ളൂ. ഈ പറയുന്ന 100, 110 ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു. ഇവർ തന്നെയല്ലേ 110 സീറ്റ് കൊടുത്തത് കോൺഗ്രസിന്, ഇപ്പൊ അവർ തന്നെ കുറച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇവിടെ BJP-ക്കാർ വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എങ്കിൽ പോലും അവര് നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു സീറ്റിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു മണ്ഡലങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവർക്കൊരു നല്ല ആത്മവിശ്വാസം അവർക്കുണ്ട്. അവരെന്നെ നമ്പർ ഒന്നും പറയാൻ തയ്യാറില്ല. ഇതുവരെ അവരുടെ ബൂത്ത് തല കണക്കുകൾ പുറത്ത് വന്നിട്ടുമില്ല. ഇനി ഒരുപക്ഷെ കുറച്ച് ദിവസത്തിനകം വരും. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോർ കമ്മിറ്റി എന്തായാലും കൂടാതിരിക്കാൻ കഴിയില്ല. അപ്പൊ കോർ കമ്മിറ്റിയെ കൂടുമ്പോഴത്തേക്കും ഒരു ഏകദേശ ധാരണ നമുക്ക് അതിനെ കുറിച്ച് കിട്ടുമായിരിക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 2021 വരെ കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. കൃത്യമായി തന്നെ ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കൃത്യമായി തന്നെ പറയാൻ UDF-നും LDF-നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് കഴിയാത്തൊരു സാഹചര്യം. അതായത് മുമ്പ് ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ദില്ലിയിൽ പോയി തമ്പടിച്ചിരുന്ന നേതാക്കൾ ഇത്തവണ ദില്ലിയിൽ പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്തൊരു സാഹചര്യം. ഇങ്ങനെ നിൽക്കുകയാണ് കേരളത്തിന്റെ അവസ്ഥ. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിനെ ഇപ്പൊ തൽക്കാലത്തെങ്കിലും നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കോൺഗ്രസ് 60 കടക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. LDF-നും ഭരണം കിട്ടില്ല, നിർണായക ശക്തിയായി BJP വരുമെന്നാണ് പറഞ്ഞത്. നിർണായക ശക്തിയായി BJP വരുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. 10-50 സീറ്റോ അല്ലെ 40 സീറ്റോ BJP കിട്ടുമെന്ന്. അല്ല, 5-6 സീറ്റ് കിട്ടിയാൽ പോലും BJP ഒരു നിർണായക റോളിലേക്ക് വരും. കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയല്ലേ. അതായത് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് ആരും പോകുന്നില്ല. ക്ലീൻ സ്വീപ്പിലേക്ക് പോകാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി തന്നെ ഈ ഒരു 10 സീറ്റ് BJP പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റ് 130 ഈ 130 എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഭരണത്തിൽ വരാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് എത്ര കൂട്ടിയിട്ടും കിഴിച്ചിട്ടും ഇവർക്ക് ആർക്കും ഒരു കൃത്യമായ വ്യക്തതയില്ല. അതായത് അതിനർത്ഥം തന്നെ CPM-ന്റെ ഒരു മിഷണറി സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ പാളി എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ബൂത്ത് അവലോകനം ചെയ്ത് വോട്ട് മറിക്കാനും വോട്ട് കയറ്റാനും മിടുക്കന്മാരായി വരും. ഞാനൊരു പഴയ ഉദാഹരണം പറയാം. നമ്മുടെ VS അച്യുതാനന്ദൻ ഞങ്ങളുടെ ജില്ലയിൽ മാരാരിക്കുളം നിയോജക മണ്ഡലം ഉണ്ട്. ആ മാരാരിക്കുളം ഇപ്പൊ അത് മാറി, ആലപ്പുഴ നമ്മുടെ ഐസക്കിന്റെ മണ്ഡലമായിരുന്നു ഇടയ്ക്ക്. അപ്പൊ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ, മാരാരിക്കുളം എന്ന് പറഞ്ഞാൽ ഈ CPM-ന്റെ മോസ്കോ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നെഹ്റുവിന് AKG വെല്ലുവിളിച്ച മണ്ഡലമാണ് പാർലമെന്റില്. നെഹ്റു ധൈര്യമുണ്ടെങ്കിൽ മാരാരിക്കുളത്ത് നിന്ന് മത്സരിക്കും ഞങ്ങളോടൊന്നും. കാരണം അത്രയ്ക്ക് സ്ട്രോങ്. അവിടെ ഈ പച്ചമലയാളത്തിൽ പറഞ്ഞ കുറ്റിച്ചൂല് നിന്നാൽ പോലും CPM-ന്റെ നിന്നാലും പുഷ്പം പോലെ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് മാരാരിക്കുളം. അവിടെയാണ് VS അച്യുതാനന്ദൻ പറഞ്ഞ കൊടികെട്ടിയ CPM-ന്റെ നേതാവ് എന്ന് മത്സരിച്ചത്, തോറ്റുപോയി. അവിടെ തോറ്റുപോയെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുമായിരുന്നില്ല അവിടെ. അവരുടെ മുമ്പിൽ VS തോറ്റുപോയി. അവിടെ പിന്നീട് CPM ഇതിനെ കുറിച്ച് വലിയ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ അവിടുത്തെ CPM-ന്റെ 2 നേതാക്കൾ, ബ്രാഞ്ച് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിലുള്ള 2 നേതാക്കന്മാരാണ് ഈ വോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അവരതിന് കണ്ടെത്തിയ മാർഗം, ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വെച്ച് മറിഞ്ഞാൽ VS തോക്കും. ആ 25 വോട്ട് അവർ കൃത്യമായി തന്നെ മറിച്ചു. ചെയ്യാതിരിക്കുകയോ മറിക്കുകയോ ചെയ്തിട്ടാണ് പരാജയപ്പെടുന്നത്. അപ്പൊ അത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആണ് CPM-ന്റെ വർക്ക് എപ്പോഴും പോകുന്നത്. അവർക്ക് കൃത്യമായിട്ടൊരു കണക്ക് ഉണ്ട്, ഒരു ഡേറ്റ ഉണ്ട്. ഇത്തവണ അവരുടെ കണക്ക് കൂടുതൽ പാടെ തെറ്റി. ഈ കഴിഞ്ഞ ദിവസം H. സലാം, അമ്പലപ്പുഴ സ്ഥാനാർത്ഥി H. സലാം പറയുന്നത് BJP എത്ര വോട്ട് പിടിക്കുമെന്ന് അറിയില്ല,
BJP വോട്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഒരു കൃത്യമായി പറയാൻ കഴിയാത്തത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും പറയുന്ന ഒരു കാര്യം. BJP-ക്കാർ എത്ര വോട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ BJP ഒരു ഫാക്ടറേ ആയിരുന്നില്ല. BJP വോട്ട് പിടിക്കുമോ വോട്ട് പിടിക്കാതിരിക്കുമോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പറഞ്ഞൊരു കാര്യം, അവരെത്ര വോട്ട് പിടിക്കുമെന്ന് അറിയില്ല, അവർ പിടിക്കുന്നതനുസരിച്ചിരിക്കും ഞങ്ങളുടെ ജയപരാജയങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് ഈ LDF-നും UDF-നും എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്ന സാധനം, കറുത്ത കുതിരയാകുമെന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാര്യം ഈ എക്സ് ഫാക്ടർ തന്നെയാണ്. അദ്ദേഹം പറയുന്നതും ഇവര് പറയുന്നതും ഒന്ന് തന്നെയല്ലേ. ഇവർ പറയുന്നു അവരെ എത്ര വോട്ട് പിടിക്കും, അവരുടെ വോട്ടിന്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. ഇവിടെയും ഇവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇത്തവണ എന്തായാലും BJP വോട്ട് മറിച്ചു എന്ന് പറയുന്നില്ല, BJP വോട്ട് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ അവർ വലിയ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു, BJP വലിയ രീതിയിൽ പൈസ ഒഴുക്കി വോട്ട് പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ എത്ര സ്ഥലത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും BJP-ക്ക് എന്ന് എനിക്കറിയില്ല. കാരണം 1ാം സ്ഥാനത്ത് മാത്രമല്ലല്ലോ, 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ 2ാമത് എത്തത്തുള്ളൂ, അവിടെയും പണം അറിയണ്ടേ, 2ാമത് എത്തണമെങ്കിൽ നല്ല വോട്ട് വേണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര മണ്ഡലത്തിൽ BJP ഇത്രയും കോടിക്കണക്കിന് രൂപ ഇറക്കി കാണും. എനിക്ക് ഇങ്ങനെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുഖംമൂടി ഉണ്ടാക്കിയിടുക. അതായത് ഇവർ ജയിച്ചത് നേരാ മാർഗത്തിലൊന്നും അല്ല, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളെ പരിഹസിക്കുക, അല്ലെ വോട്ടർമാരെ പരിഹസിക്കുക എന്നതിന് തുല്യം തന്നെയാണത്. അപ്പം ഈ രീതിയിലേക്ക് പോകുന്നത്, അതായത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് ഇപ്പൊ LDF-ഉം പറഞ്ഞു കഴിഞ്ഞു, UDF-ഉം പറഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മറ്റൊരു വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയായിരുന്നു കേട്ടോ. അതിനെ പലരും ചിരിച്ചു തള്ളി, പക്ഷെ ഞാനത് ചിരിച്ചു തള്ളാൻ തയ്യാറില്ല. അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണ് 3 പാർട്ടികൾ മത്സരിക്കുന്നത്. അതായത് ത്രികോണ മത്സരം നടക്കുന്ന അവസാന തെരഞ്ഞെടുപ്പാണിത്. നെക്സ്റ്റ് ഇലക്ഷൻ തൊട്ട് 2 കൂട്ടരെ കാണും. ഒന്ന് BJP അല്ലെങ്കിൽ BJP അലയ NDA കാണും, മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയായിരിക്കും. കറക്റ്റ് ആണത്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാഹചര്യത്തിലാണ് പോയത്. പശ്ചിമ ബംഗാളിൽ കീരിയും പാമ്പുമായിരുന്നു കോൺഗ്രസ്, ഒടുവിൽ ഇപ്പൊ അവർ തമ്മിൽ ഒന്നിച്ചിട്ടല്ലേ മത്സരിക്കുന്നത്. ത്രിപുരയിൽ അവർ തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു, ഇപ്പൊ അവർ ഒന്നിച്ചിട്ടല്ലേ മത്സരിക്കുന്നത്. എല്ലായിടത്തും ആ ഒരു രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിലോ SDPI ഉൾപ്പെടെ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. SDPI, മുസ്ലിം ലീഗ്, CPM, കോൺഗ്രസ് എല്ലാം കൂടെ DMK മുന്നണി മത്സരിക്കുന്നത്. ഇതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJP അടിമുടിയും കേരളത്തിൽ മാറിയിട്ടുണ്ട്. പുള്ളിയുടെ സ്ട്രാറ്റജി, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളി ആദ്യം വരുമ്പോൾ പുള്ളിക്ക് മലയാളം വലിയ പിടുത്തമില്ല. അപ്പോഴേ ഞാൻ പലയിടത്തും പറഞ്ഞു BJP രക്ഷപ്പെടും കേരളത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കുക മലയാളം അറിയത്തില്ല. ഞാൻ മലയാളം അറിയാതിരിക്കുന്നതാണ് BJP രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം. കാരണം പത്രക്കാരെന്നും ചെല്ലത്തില്ല, ചോദ്യം ചോദിക്കത്തില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ സരിത S. നായരുടെ ഒരു കേസ് വന്നല്ലോ, സോളാർ കേസ്. എല്ലാ ദിവസവും മാധ്യമങ്ങൾ സരിതയുടെ മുമ്പിൽ ചെല്ലുമായിരുന്നു. കാരണം സരിത നല്ല സുന്ദരമായി മലയാളം സംസാരിക്കും. അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കേസായിരുന്നു സ്വപ്ന സുരേഷിന്റെ അടുത്ത് മാധ്യമങ്ങൾ ചെന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സ്വപ്ന വാ തുറന്ന ഇംഗ്ലീഷേ പറയും. അവിടെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മാധ്യമ പുങ്കവന്മാർക്ക് പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് സ്വപ്ന സുരേഷ് എടുത്ത് പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷ്? അവർ ഇംഗ്ലീഷിലും എഴുതും, അതിന്റെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും കൊടുക്കും. കാരണം സ്വപ്ന സുരേഷിന് നന്നായി അറിയാം ഇംഗ്ലീഷ് ഇവിടെ ആരും വായിക്കാൻ പോകുന്നില്ല, മലയാളത്തിൽ എഴുതാണ് കുറച്ച് പേരെങ്കിലും വായിക്കും, കുറെ കമന്റ് കിട്ടും എന്നുള്ള അവർക്കറിയാം. ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരുടെ കാര്യത്തിൽ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇദ്ദേഹം പറയുന്ന പല വാക്കുകളും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ എപ്പോഴും ചെന്ന് ചൊറിയാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. ഒന്ന്, പിന്നെ നന്നായി മലയാളം അറിയാത്തതുകൊണ്ട് പാർട്ടിക്കകത്ത് ആരും പരദൂഷണത്തിന് വേണ്ടി പുള്ളിയെ വിളിക്കത്തില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ BJP പ്രസിഡന്റുമാർക്ക് രാത്രി ഉറക്കമില്ല, ഫോൺ വരും, അവൻ ശരിയല്ല, ഇവള് ശരിയല്ല, മറ്റേ ശരിയല്ല എന്ന്. ഇപ്പൊ മലയാളം അറിയാത്തതുകൊണ്ട് വലുതായിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഈ നാട്ടിൽ ഇല്ലായിരുന്ന ആളായതുകൊണ്ട്, കേരളത്തിൽ ഇല്ലാതിരുന്ന ആളായതുകൊണ്ട് കൃത്യമായൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് പുള്ളി കേരളത്തിൽ എത്തുന്നത്. പുള്ളി ആദ്യം പറഞ്ഞ കാര്യം വികസിത് കേരളം എന്നൊരു ഒരു പ്രൊപ്പഗൻഡ പുള്ളി മുമ്പോട്ട് വെക്കുന്നു, ഒരു മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുന്നു. ഇവിടെ പലരും കിടന്ന് തുള്ളി ഇതെന്താണ് നമ്മൾ ഹിന്ദുത്വ പാർട്ടിയല്ലേ, ഇതാണ് ഹിന്ദുത്വം പറയേണ്ടത്, വികസിതം പറഞ്ഞൊരു കാര്യമുണ്ടോ എന്നില്ല. പക്ഷെ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് BJPയുടെ ക്വാളിറ്റി. കേരളത്തിലെ അവർ തുടങ്ങിയെടുത്ത് നിന്ന് ഇപ്പോഴും ഈ നിമിഷവും അവർ വികസിത് കേരളം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് പല പരിപാടികൾ അവരെ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി. സാധാരണ കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ടൈമിൽ കോൺഗ്രസും CPM ഒരു അജണ്ട സെറ്റ് ചെയ്യും, BJP ഇതിലേക്ക് വലിച്ചിടും. ചാണകം, ഗുജറാത്ത്, ഭ്രൂണം, മണിപ്പൂര്, പിന്നെ മറ്റേ ഈ പൗരത്വ ഭേദഗതി, ഇങ്ങനെ കുറെ അജണ്ടകൾ അവർ സെറ്റ് ചെയ്ത് വെക്കും. ഇതിനകത്തേക്ക് പോയി വീഴും. ഏറ്റവും ലാസ്റ്റ് ശോഭാ സുരേന്ദ്രന്റെ ഒരു കേസ്, മറ്റേ പണം കൊടുത്തു എന്ന് പറഞ്ഞൊരു കേസ് പാലക്കാട് വന്നു. അതും അവരുടെ ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നില്ല,
സ്റ്റേറ്റിലെ BJP വെള്ളം കുടിപ്പിക്കുക, അവരെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ അവർ വീണില്ല എന്നുള്ളതാണ്. അവർ തുടക്കം മുതൽ ഒടുക്കം വരെ വികസിത് കേരളം എന്നുള്ള ഒരു ഒറ്റ സ്റ്റാൻഡ് നിൽക്കുകയും വികസനം എന്നുള്ള ചർച്ചയാക്കി മാറ്റാനും മറ്റു പാർട്ടികൾ BJP പിന്തുടരുന്നതിനും ഇടയാക്കി. ഈ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നവർക്ക് നന്നായി അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു പാർട്ടികളും വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതരായി. അതായത് ഇത്രയും കാലം ഇടതും വലതുമായിരുന്നു BJPയുടെ അജണ്ട നിശ്ചയിച്ചെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP നിശ്ചയിച്ച അജണ്ടയിലേക്ക് ഇവർക്ക് വരേണ്ടി വന്നു. അതായത് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി. മണിപ്പൂരിന് വേണ്ടിയിട്ട് കുറെ അച്ഛന്മാർ ഇറങ്ങി, പിന്നെ FCRന് വേണ്ടി കുറെ അച്ഛന്മാർ ഇറങ്ങി. ഇതൊക്കെ കത്തേണ്ടതായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരാൾ പോലും BJPയുടെ സാധാരണ പറഞ്ഞാൽ കുറെ വാവായ കോടാലികളുണ്ടായിരുന്നു അത് നേതാക്കന്മാർ, എന്ത് കേട്ടാലും ഒന്ന് പ്രതികരിക്കുന്നത്. അവരാരും ഒന്നാമത്തെ കാര്യം, പിന്നെ അതൊരു വലിയ ക്വാളിറ്റി കേട്ടോ. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരാളും വാതുറക്കാറില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് നിന്നൊരു നേതാവ് ഒരു അഭിപ്രായം പറയും, തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു അഭിപ്രായം പറയും, ആലപ്പുഴയിൽ നിന്നൊരു അഭിപ്രായം പറയും. അങ്ങനെ എത്ര നേതാക്കന്മാരുണ്ടോ അത്രയും പേരും വ്യത്യസ്തമായ അഭിപ്രായം പറയും. ഉടനെ തന്നെ ഈ മാധ്യമപ്രവർത്തകർ അതിൽ നിന്നൊക്കെ ചുരണ്ടി എടുത്തുകൊണ്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടുപോകും. ഇത്തവണ ആ ഒരു പരിപാടി ഇല്ലായിരുന്നു. അത് ഞാൻ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഇത്ര നാൾ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരാൾ മാത്രമാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് പറയുന്നത്. അതാരായാലും, ചിലപ്പോൾ അവരുടെ ഔദ്യോഗിക വക്താവായിരിക്കും, ഇല്ല ജനറൽ സെക്രട്ടറി, ആ സ്റ്റാൻഡ് പറയുന്നു, എല്ലാവരും അത് കേൾക്കുന്നു, അനുസരിക്കുന്നു. അവർ പറയുന്നു, പാർട്ടി പറഞ്ഞല്ലോ, പാർട്ടിയുടെ നേതാവിന്റെ നിലപാട് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. തിരുവനന്തപുരത്ത് കൊണ്ട് മൈക്ക് വെക്കും, മാധ്യമപ്രവർത്തകർ ബൈറ്റ് എടുക്കും, അവിടെ ഒരു നിലപാട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത നേതാവ് പറയുന്നത്. അങ്ങനെയില്ല, വളരെ ചിട്ടയോട് പോയ ഒരു വർക്ക് തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഇടത് വലത് കക്ഷികളുടെ സീറ്റ് നിലയിൽ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിമറിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP എത്ര മുന്നേറ്റം ഉണ്ടാക്കിയാലും ഇനി ഈ പ്രവർത്തകർക്ക് വലിയ ആവേശത്തിലാണ്. അവർ 30 സീറ്റും 50 സീറ്റും 60 സീറ്റും ഒക്കെ അവരുടെ ആഗ്രഹമാണ്, പ്രവർത്തകരുടെ ആഗ്രഹമാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ അതിനകത്ത് പണ്ട് തൊട്ടേ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ച് ഒരു സീറ്റിന് മുകളിൽ ഒന്നുകൂടെ എടുത്തു വെച്ചാൽ പോലും അവൻ ഹാപ്പിയാണ് കേരളത്തിൽ. കാരണം ഈ ഒരു മണ്ഡലത്തെ, ഈ കേരളത്തെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള. ഏതായാലും ഒരു വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവന്ന ഒരു വ്യക്തി, നേതാവ് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. പാർട്ടിയെ ഒരു സിസ്റ്റമാറ്റിക് ഒക്കെ അയാൾ കൊണ്ടുപോകാൻ പറ്റി. ഒരു കേഡർ പാർട്ടിയെ എങ്ങനെ നയിക്കാം, ഒരു കോർപ്പറേറ്റ് രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വലിയ ചീറ്റിലും പൊട്ടലും ഇല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത വാചകടിയും ഒന്നുമില്ലാതെ CPM-ഉം കോൺഗ്രസും വിരിച്ച വലയിൽ ഒന്നും തന്നെ വീഴാതെ കൃത്യമായിട്ട് തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഒരു വലിയ പാർട്ടിയാണ്, സ്വാഭാവികമായി തന്നെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഞരക്കങ്ങളും പൊട്ടിച്ചെറികളൊക്കെ കേൾക്കും. അതെല്ലായിടത്തും ഉള്ളതാണ്, അതുപോലെ ഉള്ളൂ. ഏതായാലും ഇപ്പൊ ഇടതും വലതും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പതുക്കെ കുറേശ്ശെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. 110 വിഴുങ്ങി 85 പിന്നെ ഈ 100 പറഞ്ഞവരൊക്കെ അത് താത്തു. പിന്നെ BJP വലിയൊരു പവറാണ് ഇപ്പൊ പതുക്കെ മീഡിയ വൺ അടക്കം സമ്മതിച്ചു തുടങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഇത് മാറും, ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് പിന്നെയും മാറും. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയത് CPM-ന്റെ റിപ്പോർട്ടും കോൺഗ്രസിന്റെ റിപ്പോർട്ടും കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. പാലക്കാട്ടെ കഥ കേട്ടപ്പോഴാണ് വലിയ ചിരി വന്നത്. പാലക്കാട് 2ാം സ്ഥാനം CPM-ന് പറയുമ്പോൾ CPM തന്നെ പറഞ്ഞ് ഞങ്ങൾ 3-ല് ലാൻഡ് ചെയ്യത്തുള്ളതാണ് പറയുന്നത്. 8000 ഉണ്ടായിരുന്ന ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ 2000 കുറഞ്ഞു. അമ്പലപ്പുഴ 5000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞ് HSLAM 600 വോട്ടിലേക്ക് മാറ്റി. അത് ഇനിയും മാറും, വരും ദിവസങ്ങളെല്ലാം മാറും. ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇതിനകത്ത് ആകെ സ്റ്റേണായിട്ട് നിന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ BJPയുടെ സഖ്യകക്ഷി 2020-യുടെ ശ്രീമാൻ സാബു ജാക്കബാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുന്നത്തുനാടിലെ സ്ഥാനാർത്ഥി 3500-നും 5000 വോട്ടിനിടയ്ക്ക് ജയിക്കും എന്ന് അദ്ദേഹം ഒരു ക്ലിയർ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും പറഞ്ഞു ഇതുവരെ കേട്ടില്ല. എന്തായാലും പ്രേക്ഷകരുമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്തകൾ കിട്ടുമ്പോഴും ഞങ്ങൾക്ക് ആർക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പ്രേക്ഷകർ അറിയിക്കുന്നതായിരിക്കും.